ഹേയ് അങ്കിൾ, സുപ്രഭാതം. ആരാ നീ? ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ സംസാരിക്കുന്നെന്താ? നിങ്ങൾ കള്ളു കുടിച്ചാ വെറും ബോധമില്ലാത്തവനാണെന്ന് ഇപ്പൊ തെളിയിച്ചില്ലേ? ഞാൻ കുടിച്ചെന്നോ? ആരാ നീ? എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി നിങ്ങൾ ബാറിൽ കുടിച്ച് ഓഫായപ്പോ ഞാനാണ് നിങ്ങളെ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചത്. അടിപൊളി മോനെ, അടിപൊളി. കൊള്ളാം കൊള്ളാം. ഞങ്ങളെ കള്ളുകൂടിയന്മാരെ സപ്പോർട്ട് നിനക്ക് എപ്പോഴും ഉണ്ടാവും മോനെ. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അത് നൈറ്റ് ആൻഡ് ക്യാബില്, കാലത്താണെങ്കിൽ പാർക്ക്, ബസ് സ്റ്റോപ്പ്. ഇടാ, നിന്നെപ്പോ ഉള്ളവർക്കാണ് എന്റെ വീട് തന്നെ. ഇത് കണ്ടോ, ഇതാണ് എന്റെ വീട്. ഇടാ, ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ തനിച്ചൊരു ഔട്ട്ഡോഴ്സ് ഉണ്ട്. നീ എന്റെ കൂടെ വാ സമയങ്ങളെ. എന്നെ കൊണ്ട് വാടകയൊന്നും തരാൻ പറ്റില്ല. വാടകയൊന്നും വേണ്ട, ഫുൾ ഫ്രീ. ഓഹോ, അങ്ങനെ ഓസിൽ AC റൂം കമ്മിറ്റ് ചെയ്തല്ലേ? അതെ. കമ്മിറ്റ്മെന്റ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കും. വാടക 10,000 രൂപ, അഡ്വാൻസ് 20,000 രൂപ. സൗകര്യമുണ്ട്, തങ്ങിക്കോ, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട്. അതെ അങ്ങള് 20,000 രൂപ ചോദിച്ചില്ലേ? 20 പൈസ പോലും ഇല്ല. കുടിച്ച് ഓഫാമ കയറ്റി താമസിപ്പിക്കും, ബോധം വരും ഇറക്കി വിടും. അവന്റെ ഒരു ഫ്രീ ആയിട്ട് താമസിക്കാൻ എന്താടാ വഴിയമ്പലാണെന്ന് വിചാരിച്ചോടാ? ഇപ്പോഴല്ലോ താൻ അകത്തേക്ക് പോയത്, പിന്നെ എങ്ങനെ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അല്ലതൊക്കെ ചോദിക്കാൻ താനാരെ? അല്ല ഞാനോ? ചേട്ടാ, ഇനി ഇവിടെ താമസിക്കുന്നില്ല, നമ്മൾ ഇറങ്ങാൻ പോവാ. നീ ഇങ്ങോട്ട് വന്നേ. എങ്ങനെ നോക്കിയാലും കാണാനായിട്ട് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നല്ലോ. അതേ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഇതാണ് കാര്യം. $20,000 കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. നിങ്ങളെ കാണാൻ ഒരേപോലെ ഉണ്ടല്ലോ. എന്റെ അച്ഛന്റെ മുത്തശ്ശന്റെ അവന്റെ അച്ഛന്റെ മുത്തശ്ശന്റെ 2 മുത്തശ്ശന്മാരുടെ കുടുംബങ്ങൾ ഒരേ അമ്മയുടെ മക്കളാണോ? അല്ല, ഒരേ കുടത്തിന്ന് അവർ വെള്ളം കുടിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപോലെ ജനിച്ചത്. മാണ്ടൻ. ഒരേ കുടത്തിന്ന് വെള്ളം കുടിച്ചെന്നോ? ചേട്ടാ, ഈ റൂം ചേട്ടന് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നല്ലോ. അതിന്റെ കാരണം എന്താ? എനിക്കൊരു പെണ്ണിന് വേണം. പെണ്ണോ? ചേട്ടാ, ചേട്ടനൊരു സാധാരണ ആളെ പോലത്തെ സാധാരണക്കാരനല്ല. ഞാൻ ഇത് കുറെ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമായി. ഹലോ, ഞാൻ പറഞ്ഞത് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നല്ല സുന്ദരിയായ ഒരു കുട്ടിയെ വേണമെന്നാ. നിർത്തിയേ. ചേട്ടൻ മനസ്സിൽ എന്താന്ന് പറഞ്ഞേ? അതൊരു വലിയ കഥയാ. ഓ, ഫ്ലാഷ് ബാക്ക്. എന്നാ പിന്നെ ഒരു മിനിറ്റ്. ഇനി പറയേട്ടാ. എൻ്റെ അച്ഛനമ്മയും എൻ്റെ ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ സമയത്ത് എൻ്റെ മുത്തശ്ശിക്ക് ശരീരത്തിന് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും പേടിച്ച്. മോനെ സുബു, എന്റെ ഒക്കെ സമയം കഴിയാറായി. അമ്മയ്ക്ക് ഒന്നുമില്ലമ്മേ. അവസാനായിട്ട് ഞാൻ ചെയ്യേണ്ട കുറെ കടമകളുണ്ട്. എന്താന്ന് പറഞ്ഞോ? നിന്റെ മോള് സുബലക്ഷ്മിയെ ഈ കുശിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. തീർച്ചയായും അമ്മേ. അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ലേ? ചെറുപ്പം മുതൽ സുബലക്ഷ്മിയുടെ കൂടെ ജീവിച്ച് വളർന്നുകൊണ്ട് അവളെ കല്യാണം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ഫീലിംഗ് പോലും എനിക്കുണ്ടായിരുന്നില്ല. നിനക്ക് ഫീലിംഗ്സ് ഉണ്ടേലും ഇല്ലേലും ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ, ഈ കല്യാണം ഞാൻ നടത്തുമെന്ന്. അത് പറ്റില്ല അമ്മാവ. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. എന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. കൊല്ലാൻ പോലും മടിക്കില്ല. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. അമ്മാവ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ശേഷം ഞാൻ തിരിച്ചു വരും. ദയവേത് എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്, പ്ലീസ്. ഞാൻ ഹൈദരാബാദിലേക്ക് പോവാം. എന്തൊരു മണ്ടനാ നോക്കി. ബുദ്ധിയുള്ള ആരെങ്കിലും പോകുന്ന സ്ഥലം ലെറ്ററിൽ എഴുതി വെക്കോ? അത് എനിക്ക് നുണ പറഞ്ഞങ്ങനെ ശീലമില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ ശീലമുണ്ടല്ലോ. ലബ, എനിക്ക് നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ചതാ. ഈ സിറ്റിയിൽ സുന്ദരികളായ പെൺകുട്ടികളുണ്ടോ? ഉണ്ടോന്നോ? ഞാൻ ഈ ഹൈദരാബാദിലെ അപ്സരസകളെ കുറിച്ച് വർണ്ണിച്ച് തുടങ്ങിയാലേ